പുരാതന ഹിന്ദു ആഘോഷമായ ഹോളി നിറങ്ങളുടെയും വസന്തകത്തിന്റെയും ഉത്സവമായി 2026 മാർച്ച് 3-4 തീയതികളിൽ ലോകമെമ്പാടും ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വർണ്ണാഭമായ വാർഷിക ആഘോഷം ശൈത്യകാലത്തിന് തിരശ്ശീലയിട്ട് സമൃദ്ധമായ വസന്തകാലത്തെ വരവേൽക്കുന്നു. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെയാണ് ഇത് പ്രധാനമായും അടയാളപ്പെടുത്തുന്നത്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ സന്തോഷകരമായ ആചാരങ്ങളിൽ പങ്കുചേരാൻ ഒരുങ്ങുന്നു. ക്ഷമയും പുതിയൊരു തുടക്കവും സാമൂഹിക ഐക്യവുമാണ് ഇതിന്റെ പ്രധാന സന്ദേശങ്ങൾ. മാർച്ച് 3-ാം തീയതി വൈകുന്നേരമാണ് ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകുന്നത്. ഹോളിക്ക് ദഹൻ എന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങോടെയാണിത്. പാരമ്പര്യ വിശ്വാസങ്ങളനുസരിച്ച് ഹോളിക്ക് എന്ന ദുഷ്ടരാക്ഷസിയെ ദഹിപ്പിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് അന്നേ ദിവസം തീ കൂട്ടിയിടുന്നു. പിറ്റേ ദിവസം, അതായത് മാർച്ച് 4-ാം തീയതി, രംഗോലി ഹോളി അഥവാ ദുലന്തി എന്ന പേരിലാണ് ആഘോഷിക്കുന്നത്. ഈ ദിവസം ആളുകൾ നിറമുള്ള പൊടികളും ഗുലാൽ നിറമുള്ള വെള്ളവും ഉപയോഗിച്ച് പരസ്പരം വാരത്തേച്ചും ഒഴിച്ചും ആർമാദിക്കുന്നു. ഈ ആഘോഷത്തിന്റെ ഭാഗമായി പരമ്പരാഗത വിഭവങ്ങൾ, ആവേശഭരിതമായ സംഗീതം, ഉന്മേഷമുള്ള നൃത്തം, വലിയ സമൂഹ സത്യകൾ എന്നിവയെല്ലാം ഉണ്ടാകും. മതപരമായ അതിരുകൾക്കപ്പുറം ഈ ഉത്സവം ഒരു ശക്തമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ്. ശക്തമായ സാമൂഹിക ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും സന്തോഷത്തിന്റെയും മനോരഞ്ജനത്തിന്റെയും ഒരു സാർവത്രിക മനോഭാവം വളർത്താനും ഇത് സഹായിക്കുന്നു. ഹോളി ആഘോഷങ്ങൾക്ക് പിന്നിൽ ഒരുപാട് പഴക്കമുള്ള കഥകളും വിശ്വാസങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് കാലമെത്ര കഴിഞ്ഞിട്ടും ഇതിന് ഇത്ര പ്രാധാന്യം വരുന്നത്. പ്രധാനമായും ഹിന്ദു ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആഘോഷം. തിന്മയുടെ മേൽ ഭക്തിയും നന്ദിയും നേടുന്ന വിജയമാണ് ഇവിടുത്തെ പ്രധാന സന്ദേശം. ഈ കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഹ്ലാദന്റേത്. വിഷ്ണുവിന്റെ വലിയൊരു ഭക്തനായിരുന്നു പ്രഹ്ലാദൻ. അച്ഛനായ ഹിരണ്യകശിപുവും അമ്മായിയായ ഹോലികയും പലതവണ പ്രഹ്ലാദനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തീയിൽ പൊള്ളലേൽക്കാത്ത ഒരു വരം ഹോലികയ്ക്കുണ്ടായിരുന്നു. പ്രഹ്ലാദനെ ചുട്ടരിക്കാൻ ശ്രമിച്ച ഹോലിക പക്ഷേ ആ തീയിൽ സ്വയം വെന്തുമരിച്ചു. ഇത് തിന്മ നശിക്കുന്നതിന്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഹോളിയുടെ തലേദിവസം നടക്കുന്ന ഹോലിക ദഹനം എന്ന ചടങ്ങിൽ തീ കത്തിക്കുന്നത് ഈ വലിയ വിജയത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. കൂടാതെ രാധയുടെയും കൃഷ്ണന്റെയും അനശ്വരമായ പ്രണയത്തെയും ഹോളി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ആഘോഷങ്ങൾക്ക് ഒരുതരം കളിയാട്ടങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഭംഗി നൽകുന്നു. നിറങ്ങൾ വാരിയെറിയുന്ന ആഘോഷം ഈ പ്രണയത്തിന്റെയും കളിയാട്ടങ്ങളുടെയും പ്രതിഫലനമാണ്. കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള കളികൾക്ക് സമാനമാണിത് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങൾ ഹോളിക്ക് ഒരു ചരിത്രപരമായ പശ്ചാത്തലം നൽകുക മാത്രമല്ല, ഇന്നത്തെ ആഘോഷങ്ങൾക്ക് ആഴത്തിലുള്ള അർത്ഥം നൽകുകയും അതിന്റെ ആചാരങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. നന്മ, സ്നേഹം, പുനർജന്മം തുടങ്ങിയ കാര്യങ്ങളെ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 2026 മാർച്ച് 3-ാം തീയതി വൈകുന്നേരമാണ് ഹോളിക ദഹൻ ആഘോഷിക്കുന്നത്. വർണ്ണാഭമായ രംഗ്വാലി ഹോളിക്ക് മുന്നോടിയായുള്ള ഒരു പ്രധാന ചടങ്ങാണിത്. തിന്മയെ ഇല്ലാതാക്കാനും സമൂഹത്തെ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിക്കാനുമുള്ള ഒരു പ്രധാന ലക്ഷ്യമാണ് ഈ തീക്കൂട്ടൽ ചടങ്ങിനുള്ളത്. ഹോളികയുടെ പരാജയത്തെക്കുറിച്ചുള്ള ഐതിഹ്യം തന്നെയാണ് ഇതിന് പ്രചോദനം. നാടിന്റെ പല ഭാഗങ്ങളിലും വലിയ ഒരുക്കങ്ങൾ വളരെ മുൻപേ തുടങ്ങും. അഗ്നികുണ്ഡം ഒരുക്കുന്നതിനായി എല്ലാവരും ഒരുമിച്ച് വിറകും മറ്റു കത്തുന്ന വസ്തുക്കളുമെല്ലാം ശേഖരിക്കുന്നത് പതിവാണ്. സന്ധ്യ മയങ്ങുന്നതോടെ ഈ കൂട്ടൻ തീക്കൂമ്പാരങ്ങൾ കത്തിക്കും. രാത്രി ആകാശത്തെ വെളിച്ചം നിറക്കുന്ന വലിയ തീഗോളങ്ങളായി അവ മാറും. ആളിക്കത്തുന്ന തീക്ക് ചുറ്റും ആളുകൾ ഒത്തുകൂടും. പൂജകളും പ്രാർത്ഥനകളും നടത്തുകയും ധാന്യങ്ങൾ, തേങ്ങ, മറ്റു പ്രതീകാത്മക വസ്തുക്കൾ എന്നിവയെല്ലാം അഗ്നിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഈ അഗ്നിക്ക് ചുറ്റും വലം വെക്കുന്നത് ഒരു പതിവാണ്. ഇത് വ്യക്തികളെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഈ ഹോളി തീക്ക് ചുറ്റുമുള്ള ഈ ഒത്തുചേരൽ കുടുംബങ്ങളെയും അയൽവാസികളെയും ഒരുമിപ്പിക്കുന്നു. ഭക്തിയോടും പ്രതീക്ഷയോടും കൂടി അവർ ഒത്തുചേരുമ്പോൾ സാമൂഹിക ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നു. ഒരുമിച്ചുള്ള ശുദ്ധീകരണത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു അന്തരീക്ഷം ഇത് അവിടെ ഉണ്ടാക്കുന്നു. ഒരുതരം ചിന്തയും ഒപ്പം വലിയ പ്രതീക്ഷയും നൽകുന്ന ഈ ചടങ്ങ് അടുത്ത ദിവസത്തെ നിറങ്ങളുടെയും സന്തോഷത്തിന്റെയും വലിയ ഹോളി ആഘോഷത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. 2026 മാർച്ച് 4-ാം തീയതി രംഗോലി ഹോളി ആഘോഷിക്കപ്പെടാൻ ഒരുങ്ങുകയാണ്. ദുലണ്ടി എന്നുകൂടി അറിയപ്പെടുന്ന ഈ ദിവസം ഹോളി ആഘോഷങ്ങളുടെ പ്രധാന ദിവസങ്ങളിൽ ഒന്നാണ്. നിയന്ത്രണമില്ലാത്ത സന്തോഷവും കളിച്ചുചിരിച്ചുള്ള ബഹളങ്ങളുമൊക്കെയായിരിക്കും ഈ ദിവസത്തെ പ്രധാന ആകർഷണം. പ്രായഭേദമില്ലാതെ എല്ലാവരും ഈ നിറങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേരും. പ്രധാനമായും ആളുകൾ ഗുലാൽ എന്നുപേരുള്ള വർണ്ണപ്പൊടികൾ പരസ്പരം മുഖത്തും വസ്ത്രങ്ങളിലുമൊക്കെ വാരിപ്പൂശിയാണ് ഈ ദിവസം ആഘോഷിക്കാറുള്ളത്. കൂട്ടുകാരെയും കുടുംബാംഗങ്ങളെയും നിറം കലക്കിയ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുന്നതും ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടും. ഇതിനായി പിച്ചകാരികളും വാട്ടർ ഗണ്ണുകളുമൊക്കെ ധാരാളമായി ഉപയോഗിക്കും. ഇത് ആഘോഷങ്ങൾക്ക് കൂടുതൽ ഉണർവും ഊർജ്ജവും നൽകും. ചിരിയും പാട്ടും നൃത്തച്ചുവടുകളുമൊക്കെയായി പൊതു ഇടങ്ങൾ നിറങ്ങളുടെ ഒരു വർണ്ണക്കാഴ്ചയായി മാറും. ഗുജിയ പോലുള്ള പരമ്പരാഗത മധുര പലഹാരങ്ങൾ ധാരാളമായി ഉണ്ടാക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നതും ഈ ദിവസത്തെ പ്രത്യേകതയാണ്. കോയയും നട്ട്സും ഒക്കെ ചേർത്താണ് ഈ ഗുജിയ ഉണ്ടാക്കുന്നത്. പുതിയ തുടക്കങ്ങളെയും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നു. ചില പ്രദേശങ്ങളിൽ കഞ്ചാവ് ചേർത്ത ബാങ്ക് എന്ന പാനീയം കഴിക്കുന്നതും ആഘോഷങ്ങളുടെ ഭാഗമാണ്. സാംസ്കാരികപരമായ രീതിയിൽ ഉത്തരവാദിത്തത്തോടെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. സാമൂഹികമായ വേർതിരിവുകൾക്ക് ഈ ദിവസം സ്ഥാനമില്ല. വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെയും സമത്വത്തോടെയും ഈ ആഘോഷത്തിൽ പങ്കുചേരും. പരസ്പരമുള്ള ഈ ഒത്തുചേരൽ സാമൂഹിക ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. നിറങ്ങൾ വാരി വിതറിയുള്ള ആഘോഷങ്ങൾക്കും ഒരുമിച്ചിരുന്ന് സത്യമെന്നതിനും അപ്പുറം ഹോളിക്ക് വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട്. തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും മറന്ന് പഴയ ഈർഷ്യകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് പരസ്പരം ക്ഷമിച്ച് മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യം ഹോളി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ തുടക്കങ്ങളെയും പുത്തനുണർവിനെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വസന്തകാലത്ത് പുതുതായി മുട്ടിരുന്ന ഇലകൾ പോലെ. സാമൂഹിക തലത്തിൽ നോക്കിയാൽ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാനും സമത്വം വളർത്താനും ഹോളിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ആഘോഷ സമയത്ത് ജാതിയുടെയോ മതത്തിന്റെയോ സാമൂഹിക പദവിയുടെയോ വേർതിരിവുകളൊന്നും നോക്കാതെ എല്ലാവരും ഒന്നിച്ച് ആഹ്ലാദത്തിൽ പങ്കെടുക്കുന്നു. ഈ ഒരു പ്രത്യേകത ഐക്യത്തിന്റെയും മാനുഷികതയുടെയും ഒരു ആഴത്തിലുള്ള ബോധം വളർത്തുന്നു. ഹോളിയുടെ ആഗോളതലത്തിലെ സ്വീകാര്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹങ്ങളും കൂടാതെ ഒരുപാട് വിദേശികളും ഇപ്പോൾ ഹോളി പല രൂപങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്, പല ഭൂഖണ്ഡങ്ങളിലും.
ഈ സാംസ്കാരിക കൈമാറ്റം ഹോളിയുടെ ലോകമെങ്ങുമുള്ള ആകർഷണീയതയും ബന്ധങ്ങളെക്കുറിച്ചുള്ള അതിന്റെ സന്ദേശവും വ്യക്തമാക്കുന്നു. 2026 കടക്കുമ്പോൾ ഹോളിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു കാര്യം വ്യക്തമാക്കുന്നു: പഴമയുടെ പാരമ്പര്യങ്ങളെയും സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും പുതിയകാല സന്ദേശങ്ങളെയും ഇത് മനോഹരമായി ഒരുമിപ്പിക്കുന്നു. അതുകൊണ്ടുതന്നെ ലോകം മുഴുവൻ ഹോളി ഏറ്റെടുക്കുകയാണ്.